ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പെൻസിൽ പൗച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ പേര് ഞാനിതിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അവൾക്ക് ഇങ്ങനെ പേരൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടമ്മമാർക്കുള്ള ഒരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഇത്. അപ്പം ഈ പെൻസിൽ പൗച്ച് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് തുണിയാണ്. ഞാൻ ഇതിന്റെ സെയിം അളവ് തന്നെ ക്യാൻവാസും കൂടി കട്ട് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ സെയിം അളവ് തന്നെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാനിവിടെ സാധാ കോട്ടന്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് മോക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിലെ ഒരു തുണി എടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. നമുക്കിത് ക്യാൻവാസ് കണ്ടും ചെയ്തെടുക്കാം. കുറച്ചും കൂടി സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് വെക്കുന്നത്. ക്യാൻവാസ് വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ലൈനിങ്ങും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാഷൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് ഇങ്ങനെ അലുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഈ പൗച്ചിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ നോർമൽ സിബ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എടുത്ത മെറ്റീരിയലിനെക്കാട്ടി ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ ലെങ്ത് വേണം നമ്മുടെ സിബിന്. അപ്പം ഇത് നമ്മൾ നോർമലായിട്ട് ചുരിദാറിനൊക്കെ വെച്ച് കൊടുക്കുന്ന സിബ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ സിബ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ഇതാ തുണിയുടെ മോശം വശത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തുണിയുടെ നല്ല വശത്തേക്ക് നമ്മുടെ ഈ സിബിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കാം. ലോക്ക് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കണം. ഇവിടെ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ഇത്ര പോരെ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ഈ പരമാവധി സിബിൻ്റെ തുണിയൊന്നും കാണാത്ത രീതിക്ക് നമ്മുടെ ഈ മെറ്റീരിയൽ കുറച്ചൊന്ന് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ അരികത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ വെച്ചിട്ട് മറ്റേ ഭാഗത്തും കൂടി സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നേരെ നടുവിലൂടെ മടക്കിയിട്ട് അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്ത് നമ്മുടെ സിബിൻ്റെ നല്ല വശം വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ സിബൊന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ആ തുണിയൊന്ന് കുറച്ചിങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയിനെ, അതാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാ നമ്മൾ സിബൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നല്ല കൃത്യമായിട്ട് പിടിക്കാം. സിബ് അറ്റാച്ച് ചെയ്ത ആ ഭാഗത്ത് ഇതുപോലെ തന്നെ രണ്ടറ്റവും ഒരേപോലെ വരുന്ന രീതിക്ക് പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്ത ആ പോയിൻറ്റും നമ്മൾ സിബ് വെച്ച അതിൻ്റെ സെൻറ്റർ പോയിൻറ്റും കൂടി സെയിം ആയിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് സെൻറ്റർ തന്നെയാണോ ഇല്ലയെന്ന് ഒന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പം സിബിൻ്റെ ഭാഗമൊന്നും മടങ്ങിപ്പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ സിബിൻ്റെ ഓപ്പണിങ് വരുന്ന ഭാഗം തയ്ക്കുമ്പോൾ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോഴും സിബ് അകന്ന് പോവാണ്ട് കറക്റ്റാക്കി അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 4 മൂലക്കുന്നായിട്ട് ഒരു 3/4 ഇഞ്ച് വീതമുള്ള സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റാം. അതിനായിട്ട് ഇതുപോലെ നമുക്ക് 2 സൈഡിൽ നിന്ന് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, 1/2 ഇഞ്ച് വിട്ടിട്ട് ആ സ്റ്റിച്ചിൽ വെച്ചിട്ട് വേണേൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ആ സ്റ്റിച്ചൊക്കെ അഴിച്ച് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറയുന്നത്. നമ്മുടെ ആ ഒരു
സ്റ്റിച്ച് വരുന്ന ആ ലൈനിൽ തന്നെ വെച്ചിട്ട് വേണം 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. ഈ 4 മൂലക്കുന്ന് കട്ട് ചെയ്യുന്നതും സെയിം അളവ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൗച്ചിൻ്റെ ഷേപ്പ് മാറിപ്പോകുമേ. എന്നിട്ട് ഈ സ്ക്വയർ നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ലൈനിലൂടെ തന്നെ കട്ട് ചെയ്യുക, കുറച്ചൊന്ന് കൂടിപ്പോകാനൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. 4 മൂലക്കുന്ന് സ്ക്വയർ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. നമുക്ക് ഈ എക്സ്ട്രാ വന്നിട്ടുള്ള സിബിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ സിബ് ഒന്ന് ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച ആ കോർണർ ഇതുപോലെ അതിൻ്റെ ആ സെൻറ്റർ നമ്മുടെ ആ സ്റ്റിച്ച് വരുന്ന ആ കോർണറുമായിട്ട് യോജിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, അതിങ്ങനെ 2 ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ തന്നെ നമുക്ക് 4 ഭാഗവും ചെയ്തെടുക്കാം. ഞാനിത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഷേപ്പ് കോർണർ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ലൈനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഞാൻ വേഗം കൊടുത്ത സ്റ്റിച്ചൊക്കെ അഴിച്ചിട്ട് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇതേപോലെ തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതിപ്പോൾ ഉൾവശത്തേക്കായിട്ടല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കോർണറൊക്കെ നല്ല പോയിൻ്റായിട്ട് നിൽക്കുന്ന രീതിക്ക് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. ക്യാൻവാസ് വെച്ച് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ കോർണേഴ്സൊക്കെ നല്ല പോയിൻറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ പൗച്ച് റെഡിയായി കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ വെച്ചിട്ടാണ് കൊടുക്കുക. അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങുമ്പോൾ എന്തായാലും ഒരു 30 റുപ്യ 40 റുപ്യൊക്കെ എന്തായാലും മിനിമം കൊടുക്കേണ്ടി വരും. ഇതിപ്പം വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്കൊരു വരുമാന മാർഗം കൂടിയായിട്ടും നമ്മുടെ വീട്ടമ്മമാർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.